എത്രയും വേഗം പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ആളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ. ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മണ്ണാർമലയിലെ ജനങ്ങളുടെ ഭീതിയൊഴിയുന്നു. കാലങ്ങളായി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയ പുലിയെ മയക്കുവെടിവെക്കാൻ വനം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ്. പുലിയെ പിടികൂടാൻ നജീബ് കാന്തപുരം MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടതിന് മറുപടിയായാണ് മന്ത്രിയുടെ അനുമതി. കാലങ്ങളായി മണ്ണാർമലയിൽ സ്വൈരവിഹാരം നടത്തുന്ന പുലിയെ പിടികൂടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നജീബ് കാന്തപുരം MLA നിയമസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പുലിയെ മയക്കുവെടിവെക്കാൻ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അനുമതി നൽകിയത്. മണ്ണാർമലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ സ്ഥിരമായി പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടും പുലിയെ പിടികൂടാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറായില്ലെന്നും വന്യജീവി ആക്രമണത്തിലൂടെ ഇനിയും ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞുപോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പുലിയെ മയക്കുവെടിവെക്കാനുള്ള അനുമതി നൽകണമെന്നും MLA യോഗത്തിൽ വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയിലെ മണ്ണാർമല പ്രദേശത്ത് 2 വർഷമായി വലിയ തോതിൽ പുലിശല്യം നാട്ടുകാരെ ആകെ ആശങ്കപ്പെടുത്തുകയാണ് സർ. വളരെ ഭീതിയിലാണ് നാട്ടുകാർ മുഴുവനും ഉള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ ഇത് പരാതി പറഞ്ഞ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അത് കാട്ടുപൂച്ചയായിരിക്കും എന്നായിരുന്നു. പക്ഷേ പലരും പുലിയെ കണ്ടു എന്ന് പറഞ്ഞു. അവസാനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ 6ഓളം നിരീക്ഷണ ക്യാമറകൾ വെച്ചെങ്കിലും ഈ പുലി നിരവധി തവണ 30ഓളം തവണ ക്യാമറയിൽ പതിഞ്ഞിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു നടപടി ഉണ്ടായില്ല. വളരെ ആശങ്കാജനകമായ ഈ സ്ഥിതിവിശേഷം നടക്കുന്നതിനിടയിലാണ് സർ ജനവാസ കേന്ദ്രമായിട്ടുള്ള പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള മണ്ണാർമല പ്രദേശത്ത് 2 തവണ ബൈക്ക് യാത്രക്കാരെ പുലി ആക്രമിക്കുകയുണ്ടായി. വളരെ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ ഭാഗ്യത്തിന് മാത്രമാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഏത് സമയത്തും നമ്മുടെ ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു പോവുകയാണ് സർ. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ നിരീക്ഷണ ക്യാമറയിൽ പുലി സ്ഥിരമായി കുടുങ്ങുന്ന സന്ദർഭം ഉണ്ടായിട്ടും അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി എടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇന്നലെ നാട്ടുകാരെല്ലാവരും അവിടെ ഒരു വലിയ പ്രതിഷേധ പരിപാടി നടത്തി. പ്രതിഷേധ പരിപാടി നടത്തിയ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കെതിരെ 30ഓളം ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ പുലിയെ പിടികൂടാൻ വേണ്ടി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെടണം. കാരണം വണ്ടൂരിൽ ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷമാണ്, കൊന്നതിന് ശേഷമാണ് നമുക്കതിൽ ഇടപെടാൻ കഴിഞ്ഞത് സർ. മണ്ണാർമലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരു ആളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ. ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ. ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. MLAയുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് ജീവഹാനിയില്ലാതിരിക്കാൻ പുലിയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിന് അനുമതി നൽകിയതായി വനംവകുപ്പ് മന്ത്രി മറുപടിയും നൽകി. ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ MLA ഇവിടെ ഉന്നയിച്ച പ്രശ്നം ഞാൻ ഇന്നലെ തന്നെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RRTകളെ നിയമിക്കുകയും പട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള 2 കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനിടയിലാണ് ഈ പുലികൾ ഇപ്പോൾ അവരുടെ കേന്ദ്രമായി കണ്ടെത്തിയിട്ടുള്ളത്. ആ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പുലിയെ മയക്കുവെടി വെക്കാനുള്ള അനുമതി ലഭിച്ചതിലൂടെ മണ്ണാർമലയിലെ ജനങ്ങളും ആശ്വാസത്തിലാണ്. നിരന്തരമായ ആവശ്യം അംഗീകരിച്ച MLAക്കും വനവകുപ്പ് മന്ത്രിക്കും ജനങ്ങൾ നന്ദി അറിയിച്ചു. പുലിയെ മയക്കുവെടി വെച്ച് ഈ ഭീതി അകറ്റാനുള്ള ഓർഡർ നിയമസഭയിലെ ബഹുമാനപ്പെട്ട MLA സബ്മിഷനിലൂടെ അവതരിപ്പിച്ചു. അതിന് മറുപടിയായി മന്ത്രി ഇതിന് മയക്കുവെടി വെച്ചുകൊണ്ട് ഈ മണ്ണാർമലക്കാരുടെ ഭീതി അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് ഇറക്കിയിട്ടുള്ളത്. നിരന്തരമായ മണ്ണാർമലക്കാരുടെ സമരത്തിലൂടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ മേഖലയിലും നിവേദനങ്ങൾ നൽകിക്കൊണ്ടും സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും അവസാനം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു വമ്പിച്ച സമരപരിപാടിയിലൂടെ ഞങ്ങൾ ഈ വിജയം കണ്ടിരിക്കുകയാണ്. മണ്ണാർമലക്കാർക്ക് ഏറ്റവും ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ മണ്ണാർമല സമരസമിതി നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് കെണി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിനെ മയക്കുവെടി വെച്ചുകൊണ്ട് പിടിക്കുകയും ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സമരസമിതിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. ഏതായാലും അതിനെ പിടിച്ചുവിടാൻ കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള പൂർണ്ണമാവുക. അതിനെല്ലാവരും കൂടി ഒന്നുകൂടിയൊക്കെ സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇനി മണ്ണാർമലയിലെ ജനങ്ങൾക്ക് ധൈര്യമായി അന്തിയുറങ്ങാം. പുലിയെ പിടികൂടാൻ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ച് ജനങ്ങളെ ഭീതിയിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. മികവിന്റെ 36 വർഷം. ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു. ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം. NTC ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ. ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, AC ആൻഡ് റെഫ്രിജറേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ: ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ആൻഡ് മൊബൈൽ ടെക്നീഷ്യൻ, PGDCA, DCA, പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്. കമ്പനി സർട്ടിഫൈഡ് കോഴ്സസ്, ടാലി, GST, SAP. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക. NTC ടെക്നിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം, ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, പരപ്പനങ്ങാടി. ഫോൺ 9847740103.